ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അത്ര ചെറുതും എന്നാൽ അത്ര വലുതും അല്ലാത്തൊരു ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ കൊച്ചിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാത്രി ഒരു 10:30 ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങളുടെ പ്ലാൻ രാത്രി പോയിട്ട് കൊച്ചിയിൽ എത്തിയതിന് ശേഷം അവിടെ ഒരു റൂം എടുത്ത് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാം എന്നായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെയ്ത എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടി നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. പിന്നെ എൻ്റെ സംസാരം ചിലപ്പോൾ നിങ്ങളെ ബോറടിപ്പിച്ചേക്കാം. ഞാനൊരു ഇൻട്രോവേർട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും എങ്ങനെ സംസാരിക്കണം എന്ന് എൻ്റെ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ പറഞ്ഞു തരണമെന്നോ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ വരുന്ന തെറ്റുകളൊക്കെ ഒന്ന് ശരി. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി കേട്ടോ. ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. അവിടെ റൂം എടുത്ത് അവിടെ നിന്നു കേട്ടോ. അവർ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കുളിക്കലും മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7 ആയപ്പോഴത്തേനും റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞതിലും ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ വെക്കേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം എവിടെ പോകണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പോകണമായിരിക്കും നമ്മൾ ലുലു മാൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലുലു മാളിൽ കയറിയ ടൈം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് അവിടെ വേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലുലു മാളിൽ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ എവിടേക്ക് ആദ്യം പോകുമെന്ന് വിചാരിച്ചപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ തീരുമാനത്തിലെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് മറൈൻ ഡ്രൈവിലോട്ട് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ 8 മണിയാവുന്നതിന് മുമ്പ് അവിടെ എത്തിയത് കൊണ്ട് തന്നെ അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ കുറച്ച് ആളുകളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതും മോർണിംഗ് വാക്കിന് ഇറങ്ങിയവരെ അങ്ങനെ കുറച്ച് ആളുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ തിരഞ്ഞ് നടന്നു കേട്ടോ. കുറേ ഹോട്ടൽ നോക്കി കേട്ടോ. അവിടെ ഒന്നും ഫുഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അവിടെ വെള്ളപ്പവും ഇഡലിയും മുട്ടക്കറിയും ഗ്രീൻ പീസും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് തന്നെ ഓർഡർ ചെയ്തു കഴിച്ചു. അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെയും മറൈൻ ഡ്രൈവിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോഴും അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം വാട്ടർ മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വാട്ടർ മെട്രോയിൽ കയറി കേട്ടോ. അതിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു കേട്ടോ. കുറച്ചധികം ഫോട്ടോസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മളതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് അവിടെ ചെന്നിട്ട് ഒരുപാട് ഷോപ്പ് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ.
കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്തിട്ടോ. പിന്നെ നമ്മൾ കാര്യമായിട്ട് പോകുന്നത് ഫോട്ടോസ് എടുക്കാനാണല്ലോ, അതിന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. പിന്നെ ഈ ഷോപ്പിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഫോട്ടോ എടുത്ത് തരണോ ചോദിച്ചിട്ടോ. ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാൻ 30 രൂപയും ഫാമിലി ഫോട്ടോ എടുക്കാൻ 50 രൂപയാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാളെ കൊണ്ട് ക്യാമറയിൽ ഫോട്ടോ എടുപ്പിച്ച് ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടോ. അതിനുള്ള ക്യാഷും കൊടുത്ത് വീണ്ടും സ്ഥലങ്ങൾ കാണാനൊക്കെ പോയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസ് എടുക്കലും പർച്ചേസ് ചെയ്യലും എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരാൻ വേണ്ടി വീണ്ടും മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോയിൽ കയറി തിരിച്ച് അവിടെ നിന്ന് പോന്നിട്ടോ. പോയപ്പോഴത്തെ പോലെ ആയിരുന്നില്ല കേട്ടോ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടോ. അവിടെ നിന്ന് കുറച്ച് കുലുക്കിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇയാളെ ശരിക്കൊന്ന് നോക്കിയേ, ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കുറച്ച് പൊളിയാവുന്നത് പോലെ നമുക്ക് തോന്നി കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ കുലുക്കിയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം നമ്മളെ വണ്ടി നിർത്തിയിട്ട് അവിടേക്ക് പോയിട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് പിന്നെ ലുലുവിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ മെട്രോയിൽ കയറാൻ വേണ്ടി പോയിട്ടോ. കമ്പനിപ്പടി സ്റ്റേഷനിൽ നിന്ന് എടപ്പള്ളിയിലോട്ട് ടിക്കറ്റ് എടുത്തിട്ടോ. അങ്ങനെ നമ്മൾ നേരെ മെട്രോയിൽ കയറി ലുലു മാളിലേക്ക് എത്തിയിട്ടോ.
ലുലുവിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ ആദ്യം തീരുമാനിച്ചത് കൊണ്ട് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് നമ്മൾ ഫുഡ് വാങ്ങിക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ആദ്യം കുറച്ച് അച്ചാറൊക്കെ എടുത്താണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാതും ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ലഞ്ചായിട്ട് വാങ്ങിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസും റോസ്റ്റും ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫോണിൽ ചാർജ് തീർന്നതുകൊണ്ട്. പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ബില്ലാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബില്ല് പേ ചെയ്യാൻ ഒരുപാട് ടൈം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബില്ലടിച്ചതിന് ശേഷം ഫുഡും കൊണ്ട് ഫുഡ് കോർട്ടിൽ പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ അതിലേറെ വലിയ തിരക്കായിരുന്നു കേട്ടോ. സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം സീറ്റൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാം കാണാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് എൻ്റെ ഫോൺ അവിടെ നിന്ന് ചാർജും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലുലു മാളിൽ കയറിയത് ഒരു 1:45 ആയപ്പോഴായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയതോ 6:30 ഒക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ. ടൈം എത്ര പെട്ടെന്ന് പോയതെന്ന് നോക്കി. നമ്മൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ടൈം പോയത്. പിന്നെ നമ്മൾ തിരിച്ച് മെട്രോയിൽ തന്നെ കയറി കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് എടപ്പള്ളിയിൽ നിന്ന് തിരിച്ച് കമ്പനിപ്പടിയിലൊക്കെ തന്നെ വന്നു കേട്ടോ. പിന്നെ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോരാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ എത്തിട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ഒരു 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോരുന്ന അതിലൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ തരണേ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.